നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര പൂവത്താണി പാലച്ചുവട് ദേശവിളക്ക് മഹോത്സവം നടന്നു. താളമേളങ്ങളും ഉടുക്കുപാട്ടും മഹാ അന്നദാനവുമെല്ലാം ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ചേലക്കര പൂവത്താണി പാലച്ചുവട് ദേശത്തെ 18ാമത് ദേശവിളക്ക് മഹോത്സവമാണ് വിവിധ പരിപാടികളോടുകൂടി വിപുലമായി ആഘോഷിച്ചത്. രാവിലെ 4 മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 8 മണിക്ക് പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. 9 മണി മുതൽ 12 മണി വരെ കെട്ടുനിറയും നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് അതിഗംഭീരമായ അന്നദാനവും സംഘടിപ്പിച്ചു. ആണ്ടുതോറും നടത്തിവരാറുള്ള പാലക്കാട് പാലച്ചുവട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഇത് തുടർച്ചയായിട്ടുള്ള 18ാമത്തെ വർഷത്താണ് കൊണ്ട് നടക്കുന്നത്. ഈ പ്രദേശത്ത് ഉള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള ജാതിമത വർഗ്ഗവർണ്ണ ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ട് സർവാത്മ സഹകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇവിടെ ഈ മഹോത്സവം കൊണ്ടാടുന്നത്. എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള സഹായ സഹകരണങ്ങളും നമ്മുടെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതേപോലെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്ന സമയത്ത് മാത്രമേ 2 വർഷം ഈ വിളക്ക് ഇവിടെ സാങ്കേതികപരമായിട്ട് നിലച്ചിട്ടുള്ളൂ. അതിനപ്പുറമായിട്ട് പൂർവാധികം ഭംഗിയോട് കൂടിയിട്ട് പൂർവാധികം ശോഭയോട് കൂടിയിട്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള മഹത്തരങ്ങളായിട്ടുള്ള ഭജന അതേപോലെയുള്ളതായിട്ടുള്ള കലാപരിപാടികളോട് കൂടിയിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഈ വർഷം ഭംഗിയായിട്ട് ഇതേപോലെ ആചരിക്കുന്നതിന് ഇതിന് സഹായിച്ച ഈ നാട്ടിലെ എല്ലാവിധ ജനവിഭാഗങ്ങളോടും പാലച്ചുവട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര കമ്മിറ്റിക്കുള്ളതായിട്ടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൻ്റെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. 5 മണിക്ക് ദീപാരാധന, കാലത്ത് 8 മണി മുതൽ പ്രഭാത ഭക്ഷണം വിതരണം. പ്രഭാത ഭക്ഷണം ഈ പ്രദേശത്തുള്ള വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രഭാത ഭക്ഷണ പ്രോഗ്രാം ഇതേപോലെ നടന്നിട്ടുള്ളത്. അതിനുശേഷം കെട്ടുനിറ, അതുപോലെ തന്നെ 12:30 മുതൽ 1:30 വരെ അന്നദാനം. 2 മണിക്ക് അയ്യപ്പനെ കുടിയിരുത്തൽ. 3 മണി മുതൽ 7 മണി വരെ പരക്കാട് കയറൻ സന്നിധിയിൽ നിന്നും ഈ ക്ഷേത്ര പരിസരത്തേക്കുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്. രാത്രി 7:30 ദീപാരാധന. 8 മണിക്ക് ഡബിൾ തായമ്പക സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഡബിൾ തായമ്പക ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഇതുപോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ്. തുടർന്ന് ഗംഭീര അന്നദാനം ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ തായമ്പക ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡബിൾ തായമ്പക അവതരിപ്പിക്കുന്നത് ഗുരുകുലം ആദർശ് ചേലക്കോട്, അതുപോലെ തന്നെ ഗുരുകുലം അഭിനന്ദ് തിരുവില്ലാമല എന്നീ 2 കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം ഇതേപോലെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 9:30 അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അയ്യപ്പൻ പാട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കലാപരിപാടികൾ നടക്കുന്നു. പുലർച്ചെ 2 മണിക്ക് പാൽക്കണ്ട് എഴുന്നള്ളിപ്പ്. തുടർന്ന് അയ്യപ്പനും വാവരും വെട്ടും തടവും തുടങ്ങിയ പരിപാടികൾ ഇതേപോലെ നടക്കുന്നു. നാളെ പുലർച്ചെ 5 മണി വരെയുള്ളതായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 7 മണിയോട് കൂടിയിട്ട് അയ്യപ്പൻ വിളക്ക് മഹോത്സവം സമാപിക്കുകയും ഇവിടെയുള്ളതായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ സ്വാമി ദർശനത്തിനായി പുറപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കാലാകാലങ്ങളിലായിട്ട് ഈ വിളക്ക് പരിപാടി ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നത് മണ്ഡകത്തിങ്കൽ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. ഈ പ്രോഗ്രാം ഇവിടെ ഇത്രയും കാലം വളരെ ഭംഗിയായിട്ട് ആ വിളക്ക് പാർട്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തി പോരുന്നത്. രണ്ടു മണിക്ക് അയ്യപ്പനെ കുടിയിരുത്തൽ. തുടർന്ന് പരക്കാട് കയറൻ സന്നിധിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന്റെ ഭാഗമായത്.
റൈറ്റ് ന്യൂസ് ചേലക്കര.